കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം സങ്കീർത്തന പുസ്തകം 119 അധ്യായം 105 വചനം. നിന്റെ വചനം എന്റെ കാലുകൾക്ക് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ദൈവമായ കർത്താവ് നമ്മളോട് അരുളി ചെയ്യുന്ന ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ പാതയിൽ ഒരു പ്രകാശമാണ്. വിശുദ്ധ പൗലോസ് ഇങ്ങനെ തന്റെ ലേഖനത്തിൽ പറയുകയാണ്, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കഷ്ടം. എന്നാൽ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദം എത്ര സുന്ദരമാണ്, എത്ര മനോഹരമാണ്. ഇവിടെയും തിരുവെഴുത്ത് നമ്മളോട് പറയുകയാണ്, നിന്റെ വചനം എന്റെ കാലുകൾക്ക് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. എന്റെ വഴി എനിക്ക് മുമ്പേ തുറന്നു തരുമെന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിച്ച് അവന്റെ ആത്മാവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ മുന്നോട്ടുള്ള സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതായി കാണാൻ കഴിയും. എന്റെ ജീവിതത്തിൽ യേശു അത്ഭുതകരമായി നടത്തുന്നത് നമുക്ക് കണ്ട് അനുഭവിക്കാനാണ് കർത്താവ് ഇടയാക്കുന്നത്. കാരണം സുവിശേഷം പറഞ്ഞ നമ്മുടെ പാദം എത്ര സുന്ദരമായിരിക്കും. നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വഴിയിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരിക്കലും ഒരു തടസ്സങ്ങളില്ലാതെ, ഒരിക്കലും ഒരു പ്രയാസങ്ങളില്ലാതെ, സകല പ്രശ്നങ്ങളുടെ നടുവിലും ഇന്നും ജീവിക്കുന്ന കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുന്നത് കാണാൻ കഴിയും. തിരുവെഴുത്ത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രകാശമാണ്. യേശു പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കില്ല. യേശു ആരാണ്? യേശു വചനമാണ്, യേശു ദൈവമാണ്. യേശുവിൽ ഒന്ന് വിശ്വസിക്കാമോ? യേശുവിന്റെ നാമത്തെ ഒന്ന് ഏറ്റുപറയാമോ? യേശുവിന്റെ കൂടെ ഒന്ന് ജീവിക്കാമോ? യേശു പറഞ്ഞ വചനപ്രകാരം ഒന്ന് അനുസരിച്ച് പോകാൻ തയ്യാറാകാമോ? ആയെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള പാദം എത്ര സുന്ദരമായിരിക്കും, നമ്മുടെ മുന്നോട്ടുള്ള വഴി എത്ര മനോഹരമായിരിക്കും, നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം എത്ര ആനന്ദകരമായിരിക്കുമെന്ന് കർത്താവ് നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കലും നമ്മൾ പ്രയാസപ്പെടേണ്ടെന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. സുവിശേഷവുമായി കടന്നു പോകാനുള്ള ഒരു വിളി നമുക്ക് തരികയാണ്. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെടണം. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ എത്ര വിഷമിച്ചോ, പ്രയാസപ്പെട്ടോ, വേദനയോടെയാണോ ഇരിക്കുന്നതെങ്കിൽ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ആശ്വാസമായിരിക്കും, വലിയ ആനന്ദകരമായിരിക്കും. കാരണം നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകളും പ്രയാസങ്ങളും യേശുവേ ഇപ്പോഴിതാ നിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു എന്നൊന്നും നിങ്ങൾക്ക് പറയാമോ? കാരണം നിന്റെ വചനം എന്റെ കാലുകൾക്ക് ഇപ്പോഴും പ്രകാശമായിരിക്കും. എന്റെ ജീവിതത്തിന്റെ വഴികളിൽ തകർച്ചയുണ്ടാകില്ല. എല്ലാ തകർച്ചകളും, എല്ലാ വേദനകളും യേശുവിന്റെ കരങ്ങളിൽ കൊടുത്ത് ആശ്വസിപ്പിക്കുന്നവന്റെ സമാധാനം നിങ്ങളുടെ എല്ലാവരുടെ മേലും ഉണ്ടാകുമാറാകട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.